നമസ്കാരം സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഉള്ളത് ചേർത്തലയിലെ പത്മ കഫേയിലാണ്. പത്മ കഫേ ഇപ്പോൾ ജനങ്ങൾക്കിടയിൽ സംസാര വിഷയമായിരിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങളെല്ലാം നെഞ്ചിലേറ്റിയ ഒരു സ്ഥാപനമായിക്കൊണ്ടിരിക്കുകയാണ് പത്മ കഫേ. രുചികരമായ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കണമെങ്കിൽ പത്മ കഫേയിലേക്ക് വരേണ്ട ഒരു സ്ഥിതിയാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. ചേർത്തലയിലെ ലൊക്കേഷൻ വന്നിട്ട് ചേർത്തല കാർത്യായനി ദേവീക്ഷേത്രത്തിന് തെക്കേ നടയിലാണ്. അതുകൊണ്ട് തന്നെ പാർക്കിങ്ങിനൊക്കെ വിശാലമായ സൗകര്യമാണ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. നല്ല രുചികരമായ ഭക്ഷണം വിളമ്പുക എന്ന ഒരു ലക്ഷ്യമാണ് ഇവർക്കുള്ളത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ കേരളത്തിലെ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. ശുദ്ധമായ ഭക്ഷണം കിട്ടുന്ന ഒരു സ്ഥലം വളരെ വിരളമായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പത്മ കഫേ എന്ന ഒരു ആശയം ഉണ്ടായതും. ഇതുപോലെ ഒരുപാട് ബ്രാഞ്ചുകളാണ് ഇപ്പോൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. ചങ്ങനാശ്ശേരിയിലുണ്ട്, അടൂർ, കൊട്ടാരക്കര, പത്തനംതിട്ട, പന്തളം, ആലുവ, തിരുവനന്തപുരം എന്നീ സ്ഥലങ്ങളിലാണ് ചേർത്തലയെ കൂടാതെ പ്രവർത്തിക്കുന്നത്. ഏതായാലും പത്മ കഫേയിലെ വിശേഷങ്ങളും അതിൻ്റെ റിവ്യൂ എടുക്കാനാണ് ഞാൻ ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. റോഡിൻ്റെ രണ്ട് വശത്തു നിന്നും എൻട്രൻസ് സൗകര്യമുണ്ട്. ആ രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. കയറി വരുമ്പോഴേ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു റിസപ്ഷൻ കൗണ്ടറാണ്. റിസപ്ഷൻ കൗണ്ടറിൽ നിന്നും ഇവിടുത്തെ മെനുവും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് സാധിക്കും. നല്ല മനോഹരമായാണ് റെസ്റ്റോറൻറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വളരെ സ്പേഷ്യസ് ആണ്. ഇവിടെ ഇരിക്കാനൊക്കെ നല്ല സൗകര്യങ്ങളുണ്ട്. എ സി ഉണ്ട്, നോൺ എ സി ഉണ്ട്. ഇത് നോൺ എ സി ആണ് ഈ ഭാഗം. എ സി വന്നിട്ട് ഇവിടെയാണ്. നമ്മുടെ കൃഷിമന്ത്രി പ്രസാദ് സാർ നമ്മോടൊപ്പം ഉണ്ട്. പ്രസാദ് സാർ സ്ഥിരമായിട്ട് ഇവിടെയാണോ ഭക്ഷണം കഴിക്കുന്നത്? മിക്കവാറും കഴിക്കുന്ന ഹോട്ടലുകളിൽ ഒന്നാണിത്. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഭക്ഷണമൊക്കെ? നല്ല ആണെന്നുള്ളതുകൊണ്ടാണല്ലോ വീണ്ടും വീണ്ടും വരുന്നത്. സ്വാഭാവികമായിട്ടും ഒരു നല്ല ഭക്ഷണം കഴിക്കാൻ എപ്പോഴും നമ്മൾ ആഗ്രഹിക്കും. അതുകൊണ്ട് ആ മെച്ചപ്പെട്ട ഭക്ഷണം കിട്ടുന്നു എന്നുള്ളത് കൊണ്ട് ഞങ്ങളൊക്കെ തന്നെയും ഈ ഹോട്ടലിൽ നിന്ന് പരമാവധി ഇവിടെ നിന്നൊക്കെ കഴിക്കാറുണ്ട്. സാറിന് ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവം എന്നാണ്? എല്ലാം ഏറെക്കുറെ എല്ലാം തന്നെയും നല്ല ഇഷ്ടപ്പെട്ടത് തന്നെയാണ്. രാവിലെ നല്ല ഇഡലിയും വടയെല്ലാം രാവിലെ കിട്ടും. അതും നമ്മൾ രാവിലെ കഴിക്കാറുണ്ട്. പിന്നെ ഉച്ചയ്ക്ക് നല്ലവണ്ണം ഊണ് കിട്ടും. വൈകുന്നേരത്തെ ഭക്ഷണം അതുപോലെ തന്നെയാണ്. നല്ല വിഭവങ്ങളൊക്കെയാണ് നല്ലവണ്ണം ഉണ്ടാക്കുന്നുണ്ട്. നല്ല വൃത്തിക്ക് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്നുണ്ടെന്നുള്ളൊരു വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ നോക്കുന്നതാണ് ഏത് ഭക്ഷണമായാലും അതിൻ്റെ രുചിക്കപ്പുറത്തേക്ക് വിശ്വസ്തയോടെ കഴിക്കാൻ പറ്റുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഞാൻ നോക്കുന്നത് അങ്ങനെയാണ്. നാവിൻ്റെ രുചികൾ കൊണ്ട് മാത്രം കഥയൊന്നുമില്ല. ഇത് നമുക്ക് കുഴപ്പമുണ്ടാവാതിരിക്കുക എന്നുള്ളതാണ്. മഹാഭൂരിപക്ഷം സമയത്തും പുറത്തുനിന്ന് കഴിക്കേണ്ട അവസ്ഥയാണ് ഞങ്ങളെപ്പോലുള്ളവർക്കെല്ലാം ഉള്ളത്. ഞാനൊക്കെ വീട്ടിൽ നിന്ന് കഴിക്കുന്നത് വളരെ അപൂർവമായിട്ട് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിശ്വസിച്ച് കഴിക്കാവുന്ന ഇടങ്ങൾ തിരഞ്ഞെടുക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമായി കണക്കാക്കാറുണ്ട്. അപ്പോൾ അതിനകത്തൊന്നാണ് പത്മ ഹോട്ടൽ എന്ന് പറയുന്നത്. പത്മ ഹോട്ടൽ എല്ലായിടത്തും അത് തന്നെയാണ്. താങ്ക് യു സോ മച്ച്. 12 മണിയായാൽ ഇവിടെ നല്ല തിരക്കാണ്. സദ്യ ഉണ്ണുന്നതിൻ്റെ തിരക്കാണ്. സദ്യവട്ടങ്ങളൊക്കെ വിളമ്പുന്നത് ഇലയിലാണ്, ട്യൂഷൻ ഇലയിലാണ്. ഉച്ചയായാൽ നല്ല തിരക്കാണ് ഇവിടെ. സദ്യവട്ടങ്ങളൊക്കെ ആസ്വദിച്ച് കഴിക്കാനായിട്ട് പത്മ കഫേയിൽ തന്നെയാണ് ആളുകളിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. മധുചേട്ടൻ കേരള വിഷൻ TV-യിൽ വാർത്ത വായിക്കുന്ന ആളാണ്. ഇവിടെ നിന്നാണ് ഭക്ഷണമൊക്കെ കഴിക്കാറ്? തീർച്ചയായും നായർ സർവീസ് സൊസൈറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോജക്റ്റുകളിൽ ഒന്നാണ് പത്മ കഫേ.
ചേർത്തലയിൽ തുടങ്ങിയ സമയം മുതൽ ആഴ്ചയിൽ ഒരു ദിവസങ്ങളിൽ ഞാനിവിടെ വരാറുണ്ട്. അത് ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും അതുപോലെ തന്നെ ലഞ്ച് ആണെങ്കിലും ഒക്കെ ഇടയ്ക്ക് വരാറുണ്ട്. ഗ്രഹാന്തരീക്ഷത്തിലുള്ളൊരു വെജിറ്റേറിയൻ ഫുഡാണ്. അന്ന് വീട്ടിൽ കഴിക്കുന്ന പോലെ തന്നെയുള്ളൊരു രുചി ഭേദം ഇതിൽ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. അതാണെങ്കിലും പത്മ കഫേ ചേർത്തലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെജിറ്റേറിയൻ ഹോട്ടലാണ്. ചേർത്തല നഗര ഹൃദയത്തിൽ തന്നെയാണ്. എന്താണെങ്കിലും നല്ല ഫുഡാണ് എന്ന് മാത്രമാണ് അതിൽ പറയാൻ. ചേട്ടന് മതിച്ചേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവം എന്താണ് ഇവിടുത്തെ? അതിലേറ്റവും എല്ലാ ഭക്ഷണവും നല്ല രുചികരമായ ഭക്ഷണമാണ്. പായസമൊക്കെ ഇഷ്ടമാണ്. പായസം വളരെ ഗംഭീരമാണ്. ചിലപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം പായസം കഴിക്കാൻ തോന്നിയാൽ ഉടനെ നേരെ പത്മ കഫേയിലോട്ടൊന്ന് വരണം. കാരണം പായസത്തിന് അത്ര ടേസ്റ്റാണ്. താങ്ക് യു സോ മച്ച്. ഓക്കെ. പത്മ കഫേ ചേർത്തലയിലെ ചീഫ് ഷെഫ് ബാലേന്ദ്രൻ ചേട്ടനാണ് നമ്മളോടൊപ്പം ഉള്ളത്. ബാലേന്ദ്രൻ ചേട്ടൻ എത്ര നാളായി ഇവിടെ തുടങ്ങിയിട്ട്? ഇവിടെ തുടങ്ങിയിട്ട് 3 വർഷം. എത്ര നാൾ ചേട്ടന് ഈ കുക്കിംഗ് ഫീൽഡിൽ എക്സ്പീരിയൻസ്? 15 വർഷം. 15 വർഷമായിട്ട് ഫീൽഡിലുണ്ട്. ഇവിടെ തുടങ്ങി 3 വർഷമായിട്ട് ഇവിടെ. എന്തൊക്കെ വിഭവങ്ങളാണ് ഇവിടെ ഉണ്ടാക്കുന്നത്? ഇവിടെ ഉച്ചക്കലത്തെ മീൽസ് മെയിൻ അതിൽ സദ്യവട്ടങ്ങളാണെല്ലാം. നമ്മളെ സാധാരണ സദ്യവട്ടങ്ങളെല്ലാം ഐറ്റങ്ങളുണ്ട്. പിന്നെ രാവിലെയുള്ള കറികൾ, കടല വറുത്തരച്ച കടലക്കറി. രാവിലെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയാണ്? രാവിലെ ഇടിയപ്പം, പുട്ട്, മസാല ദോശ, പൂരി മസാല, ചപ്പാത്തി, പൊറോട്ട, ഇത്ര ഐറ്റങ്ങൾ രാവിലെ ഉണ്ട്. ദോശ, ഇഡ്ഡലിയുണ്ട്. ഇഡ്ഡലി കൂടിയുണ്ട്. അപ്പോൾ ഇതിനെല്ലാം പുറമെ ഉച്ചക്കത്തുള്ള സദ്യ മീൽസ് ഉച്ചക്കത്തെല്ലാം ഇലസദ്യയാണ്. പായസം, കറികളെല്ലാം, തൊടുകറികളും അച്ചാറ്, അങ്ങനെ എല്ലാ ഐറ്റങ്ങളും. പായസം എന്നും വ്യത്യസ്തമാണോ അതോ? വ്യത്യസ്തമാണ്. ഇപ്പോൾ ഇന്ന് ശർക്കര പായസമാണ്, നാളെ പാൽപ്പായസം. അത് പല ഐറ്റങ്ങളാണ്. പാലട, പാൽപ്പായസം, സേമിയ പായസം, അല്ല ചെറുപരിപ്പ് പായസം, കടലപ്പരിപ്പ്, അടപ്രഥമൻ, അങ്ങനെ മാറി മാറി മാറി. ബാലേന്ദ്രൻ ചേട്ടൻ്റെ എന്താണ് സ്പെഷ്യൽ? അതിൽ മത്തങ്ങ പായസം ഉണ്ടാക്കും, മത്തങ്ങ പ്രഥമൻ. പിന്നെ കപ്പ കൊണ്ട് എരിശ്ശേരി ഉണ്ടാക്കും. കപ്പ കൊണ്ട് എരിശ്ശേരി, ഇത് രണ്ടും ഇവിടെ എല്ലാം ഇഷ്ടമാണത്. ചോദിക്കുന്ന ആയിട്ടാണത്. ചേട്ടാ ഭക്ഷണമൊക്കെ എങ്ങനെയുണ്ട്? ഭക്ഷണം നല്ല ഭക്ഷണം. ഇഷ്ടം. ഞങ്ങളിപ്പോൾ ആർമിക്കാരും ഇവിടെ വരാറുണ്ട്. പത്മ കഫേയിൽ ഓർഡർ അനുസരിച്ച് പാഴ്സൽ സർവീസും ഉണ്ട്. വിളിച്ച് ബുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ വന്ന് നമുക്ക് നേരിട്ട് പാഴ്സലായിട്ട് ഭക്ഷണ സാധനങ്ങളൊക്കെ കിട്ടുന്നതാണ്. എൻ്റെ പേര് അജി എന്നാണ്. ഞാൻ ചേർത്തല മുനിസിപ്പൽ 15-ാം വാർഡ് കൗൺസിലറാണ്. അതുകൂടാണ്ട് NSSൻ്റെ തല യൂണിയൻ കമ്മിറ്റി മെമ്പറായിരുന്നു. പത്മ കഫേൻ്റെ പ്രാരംഭകാലം തൊട്ട് തന്നെ ഇതിൻ്റെ പ്രവർത്തനത്തിൽ സജീവമാണ്. തീർച്ചയായിട്ടും ചേർത്തല താലൂക്കിൽ ഇത്രയും നല്ലൊരു വെജിറ്റേറിയൻ ഹോട്ടൽ ഇല്ല എന്ന് തന്നെ പറയാം. എന്തുകൊണ്ടും ചേർത്തല ടൗണിൻ്റെ നടുക്ക് വിശാലമായ പാർക്കിങ്ങോടുകൂടിയ ഏറ്റവും വലിയ താലൂക്കിലെ വെജിറ്റേറിയൻ ഹോട്ടൽ ആണെന്ന് പറയാം. ശുദ്ധമായ ഭക്ഷണം, ഒരു കലർപ്പും കൂടാതെ ഇവിടെ തന്നെ പ്രിപ്പയർ ചെയ്ത് നൽകുന്ന കേരളത്തിലെ 7ാമത്തെ NSSൻ്റെ കീഴിൽ വരുന്ന സ്ഥാപനമാണ് ഇത്. MSS മന്ദം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ കീഴിലാണ് വർക്ക് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനം ഉണ്ടാകുമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊള്ളു. പാർക്കിങ്ങിനൊക്കെ വിശാലമായ സൗകര്യമാണ് ഇവിടെ ഉള്ളത്. അമ്പലത്തിൻ്റെ തെക്കേ നടയായതുകൊണ്ട് തന്നെ അമ്പലത്തിൻ്റെ ഗ്രൗണ്ടിൽ ഇഷ്ടംപോലെ വെഹിക്കിൾസൊക്കെ പാർക്ക് ചെയ്യാം. ഇതിലെയും പത്മ കഫേയിലോട്ട് ഒരു എൻട്രൻസ് ഉണ്ട്. പേര് ബാലരാജ്. എവിടുന്ന് വരും? വീട് എരമല്ലൂരാണ്. എങ്ങനെയുണ്ട് പത്മ കഫേയിലെ ഭക്ഷണമൊക്കെ? ഭക്ഷണമെല്ലാം വളരെ നല്ലതാണ്. നാടൻ ഭക്ഷണമൊക്കെ നല്ലതാണ്. ദോശയൊക്കെയാണ് കഴിച്ചത്. മൈസൂർ മസാല ദോശയൊക്കെ എല്ലാം നല്ലതായിരുന്നു. ഗീ റോസ്റ്റ് എല്ലാം നല്ലതാണ്. ഇഷ്ടപ്പെട്ടോ? എല്ലാം നല്ലതാണ്. കോഫി എല്ലാം നല്ലതായിരുന്നു. നല്ല ഭക്ഷണം. സുഭാഷ്. എൻ്റെ വീട് പാലക്കാടാണ്. ഞാനിവിടെ വർക്ക് റിലേറ്റഡ് ഇങ്ങോട്ട് വന്നിരിക്കുന്നതാണ്. ഇവിടുന്നാണ് ഭക്ഷണം കഴിക്കുന്നത്? മാക്സിമം കുറച്ചായിട്ട് ഇപ്പോൾ ഇവിടെ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയുണ്ട് ഭക്ഷണം? കൊള്ളാം. നമ്മൾക്കിപ്പോൾ കേരളത്തിൽ ഒരുപാട് വെജിറ്റേറിയൻ ഹോട്ടൽസ് ഉണ്ട്. പക്ഷേ നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു ഹോട്ടലായിട്ട് പത്മ കഫേ കൊള്ളാം. നല്ല വെജിറ്റേറിയൻ നല്ല ഫുഡാണ്. എല്ലാം ഇഷ്ടം. അച്ചാർ, കിച്ചടി, ചമ്മന്തി, കൂട്ടുകറി, തോരനാ അല്ലേ? തോരൻ,
അവിയൽ, പപ്പടം, പരിപ്പ്. ഇത് കഴിച്ചു നോക്കട്ടെ. പപ്പടം, സൂപ്പർ. അടയാണോ? അടപ്രഥമനാണോ? തൈരുണ്ട്. രസം. എല്ലാം കൂടെ നോക്കുമ്പോൾ ഒരു സദ്യവട്ടങ്ങളെല്ലാം ഉണ്ട്. അവിയലൊക്കെ സൂപ്പറാണോ. നല്ല കേരള തനിമയുള്ള ഭക്ഷണമാണ് ഇവിടുത്തെ. അവിയലായാലും മറ്റുള്ള കൂട്ടുകറികളെല്ലാം നല്ല രുചിയാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് ഉമ്മയൊക്കെ ഉണ്ടാക്കി തരുന്ന അതേ ടേസ്റ്റായിട്ട് നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നു. ഏതായാലും സൂപ്പറാണ് പത്മ കഫേ. പത്മ കഫേയിലെ വിഭവസമൃദ്ധമായ സദ്യയൊക്കെ കഴിച്ച് വീട്ടിലേക്ക് മടങ്ങുകയാണ്. നിങ്ങൾക്കും സമയം കിട്ടുമ്പോൾ തീർച്ചയായും പത്മ കഫേയിൽ വന്ന് ആഹാരം കഴിക്കണം. പുതിയ വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി കാണുന്നവരെ ദിസ് ഈസ് പ്രവീൺ ശ്രീതങ്കം. ടേക്ക് കെയർ. ബൈ ബൈ.